ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ അവൽ പായസമായിട്ടാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി പായസം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ അവൽ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴിയുള്ള ഒരു കടായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി കേട്ടോ. 1 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന കിസ്മിസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ സെയിം കടായി തന്നെ നമുക്ക് 1.5 കപ്പ് അളവിലുള്ള അവൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അതിൽ കൂടുതലിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഈ അവലിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാൽ ഒരു 3/4 ലിറ്റർ പാലാണ്. അപ്പോൾ ഈ പാലിൽ ഈ അവൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഈ നമ്മൾ എടുത്തിരിക്കുന്ന അവൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കനമുള്ള സൈസ് മട്ട അരിയുടെ അവലാണ് കേട്ടോ. അപ്പോൾ അതാണ് പാൽപ്പായസത്തിന് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താഴ്ന്ന രീതിയിൽ. അപ്പോൾ ഈ അവൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണം. നമുക്ക് ഈ ഒഴിച്ചു കൊടുത്ത പാലിൻ്റെ പകുതിയോളം വറ്റിയും വരണം. എന്നാലും മാത്രമേ പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ പായസം കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന അവലിന് കുറച്ച് കനമുള്ള സൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 8-10 മിനിറ്റോളം വേണ്ടി വരും അത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്, ആയിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുള്ളൂ. ഇനിയും ഒരു 5 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലും മാത്രമേ ആ പാലിൻ്റെ മേലയിൽ പാട കൂടാതെ നമുക്ക് കിട്ടുള്ളൂ. പാട വന്നാൽ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം പാല് നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. അവലൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവൽ നന്നായിട്ട് വെന്താൽ മാത്രമേ നമ്മൾക്ക് ഈ പാലിൻ്റെ മേലെ കൂടി ഈ അവൽ ഇങ്ങനെ കാണുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ പാല് മാത്രമായിട്ട് മേലെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി അഥവാ ഇനി എന്തെങ്കിലും നമുക്കത് വെന്തോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരല്പം എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് പെർഫെക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ. അതിനുശേഷം വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് അവൽ പായസം. അപ്പോൾ നമുക്കിതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അവൽ നന്നായിട്ട് വേവണം. വെന്തതിന് ശേഷം വേണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ മേലയിൽ പാലിൻ്റെ പാട അതിൻ്റെ മേലെ വരും. അപ്പോൾ പായസത്തിന് ടേസ്റ്റ് കുറയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ഇപ്പോൾ അവലിലൊക്കെ നല്ല രീതിയിൽ അത് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പഞ്ചസാരയുടെയൊക്കെ ആ മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 10-12 അത്ര മതി. ഇനി നമ്മൾക്ക് ഫൈനലി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് അവൽ പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളി പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഇതിന് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഹാപ്പി ഓണം.